നമ്മൾ സ്ഥിരം കഴിക്കുന്ന ചോറ് ഉപയോഗിച്ചുകൊണ്ട് വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന നല്ല പഞ്ഞി പഞ്ഞി പോലുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്കിന്ന്. ഇതേപോലെ ഫുഡ് കളറോ അതേപോലെ തന്നെ മൈദയോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല പഞ്ഞി പഞ്ഞി പോലുള്ള ഹൽവ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് അതിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മിക്സർ ജാർ എടുക്കുക കേട്ടോ. നല്ല വലിപ്പമുള്ള മിക്സർ ജാർ ഉണ്ടല്ലോ അത് തന്നെ എടുക്കാവേ. ഇതിനകത്തേക്ക് 2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കുത്തിരി ചോറാട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളരിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അതേ കപ്പിന് 1 കപ്പ് നിറച്ച് തന്നെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല. നല്ല കട്ടിപ്പാലുണ്ടല്ലോ അത്തലപ്പാല് അത് മാത്രം എടുത്താൽ മതി. 1 കപ്പ്. ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ചോറും അതേപോലെ തന്നെ തേങ്ങാപ്പാലും കോൺഫ്ലോറും എല്ലാം കൂടി നന്നായിട്ട് തന്നെ കട്ടകളൊന്നുമില്ലാതെ ശരിക്കും പേസ്റ്റ് പോലെ അടിച്ചെടുത്തുകൊണ്ട് വരാവേ നമുക്ക്. കണ്ടത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഈ എടുത്ത അളവുകൾ കറക്റ്റാണ്. കണ്ടോ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കലാണ്. പഞ്ചസാരയല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, മറിച്ച് ശർക്കര കേട്ടോ. ഒരു 5 അച്ച് ഈ ഒരു വലിപ്പത്തിലുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ കട്ടകളൊന്നുമില്ലാതെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 5 അച്ച് ശർക്കര എന്ന് പറയുന്നത് നമ്മളെടുത്ത 2 കപ്പ് അരിക്ക് കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. കുറച്ചും കൂടി മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് കൂടുതലും കുറവൊന്നുമില്ല, പാകത്തിനായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടത് ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച് നല്ലോണം തന്നെ ഒന്നും കൂടെ അലന്ന് വന്നിട്ടുണ്ട്. കണ്ടതാ ഇത് മതി. ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് കുടുക്കിയൊന്നും എടുക്കണ്ട കേട്ടോ. നല്ലോണം തിളച്ച് ഒന്നും കൂടെ ശർക്കരയൊക്കെ അലന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിലേക്ക് നമ്മുടെ ശർക്കര ഒന്നും കൂടെ അരിച്ചൊഴിക്കുക കേട്ടോ. കല്ലോ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പാൻ എടുക്കാൻ നേരത്തെ അത്യാവശ്യം വലിപ്പമുള്ള പാൻ തന്നെ എടുക്കുക കേട്ടോ. എന്നാലാണ് ഹൽവയൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി മറിക്കാനായിട്ട് പറ്റുള്ളൂ. തിളച്ച് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിയുടെ മിക്സ് ഉണ്ടല്ലോ, ചോറിന്റെ മിക്സ്, ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ചോറിന്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് ഗ്യാസിന്റെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ശർക്കരയും അതേപോലെ തന്നെ ചോറിന്റെ മിക്സും ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വരണം. കണ്ടതാ ഇതുപോലെ. ഇനി ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തിളച്ച് ശരിക്കും ഒന്നും കൂടി യോജിച്ച് കുറുകി നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ആ ഒരു പരുവാവുന്നവരെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. കണ്ടോ പതുക്കെ ഒന്നും കൂടി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് കുറുകി വിട്ട് വരുന്ന സമയത്ത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഓരോരോ ടീസ്പൂൺ നെയ്യ് വെച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മൊത്തം 4 ടീസ്പൂൺ നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ചല്ല, ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ പാനിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിലും പതുക്കെ ഒന്നും കൂടെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തും 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി ശരിക്കും ഒന്നും കൂടി കുറുകി വറ്റി നമ്മുടെ പാനിൽ നിന്നൊക്കെ ശരിക്കും വിട്ട് ഒരു കട്ടി പരുവത്തിലായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. കേട്ടോ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടില്ലേ. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി ഇരുന്ന് നല്ലോണം ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടതാ ഇതുപോലെ. ഈ സമയത്ത് കയ്യിൽ കുറച്ചെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹൽവയുടെ പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും നെയ്യൊന്ന് പറ്റി കൊടുത്തിട്ടുണ്ട്. കാണാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് ബദാം ചെറുതായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്കാണ് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹൽവയുടെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ലെവലാക്കി നന്നായിട്ട് തന്നെ തണുത്ത് വരുന്നതിന് ശേഷം നമ്മുടെ ഹൽവ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ 1-2 മണിക്കൂർ കൂടി വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് നമ്മുടെ ഹൽവ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിട്ടുപോകുന്നുള്ളൂ കേട്ടോ. ഒരു പ്ലേറ്റ് നിറയെ നല്ല വലിപ്പത്തിലുള്ള ഹൽവ തന്നെയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഫുഡ് കളറോ അതേപോലെ തന്നെ മൈദയോ ഒന്നും ചേർക്കാതെ ഏറ്റവും ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന റെസിപ്പി തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക കേട്ടോ. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. 2 കപ്പ് ചോറിൽ നിന്നാണ് ഒരു പ്ലേറ്റ് നിറയെ ഹൽവ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന എല്ലാ ചേരുവകളും മാത്രമേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
നല്ല പഞ്ഞി പോലുള്ള സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.